രാത്രിയുടെ യാമങ്ങളിൽ കള്ളൻ ഇവിടെ വന്നിട്ട് പാരയോ മറ്റെന്തോ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ഈ വഞ്ചിയുടെ മുകളിലൊരു ഷീറ്റുണ്ട്. ആ ഷീറ്റ് തെക്കി തുറന്ന് ആണ് കൈയിട്ടാണ്, കാരണം വഞ്ചിയുടെ പൂട്ട് പൊളിക്കാതെ കൈയിട്ടാണ് ഈ പൈസ മൊത്തം വാരിക്കൊണ്ട് പോയിട്ടുള്ളത്. കൂട്ടാത്തല പണയിൽ ദേവീക്ഷേത്രത്തിലെ ഉപദേവാലയ മൂർത്തിക്കാവിനോട് ചേർന്നുള്ള വഞ്ചിയാണ് തിങ്കളാഴ്ച അർദ്ധരാത്രി കള്ളന്മാർ അപഹരിച്ചുകൊണ്ട് പോയത്. ഈ വഞ്ചി ഇവിടെ ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരുടെയും ഏറ്റവും അഭയകേന്ദ്രം കൂടിയാണ് ഈ മൂർത്തിക്കാവ് എന്നുള്ളത്. എല്ലാ ആഴ്ചയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രത്യേക പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് എല്ലാ നാനാജാതി മതസ്ഥർ ആ പൂജയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിശ്വാസമുള്ള ഏറ്റവും ഒരു പ്രധാന ദേവാലയമാണ് ഈ മൂർത്തിക്കാവ്. തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് ഈ വഞ്ചി മോഷ്ടിക്കപ്പെട്ടതായിട്ട് ചൊവ്വാഴ്ച രാവിലെയാണ് ഇവിടെ വന്നവർ നടക്കാൻ പോയവരാണ് വഞ്ചി പൈസ ഇടാൻ നേരത്താണ് വഞ്ചി പൊളിഞ്ഞു കിടക്കുന്നത് അറിഞ്ഞത്. അങ്ങനെ ബന്ധപ്പെട്ട പ്രസിഡന്റിനെ ഉൾപ്പെടെ അറിയുകയും രാവിലെ തന്നെ സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ രാവിലെ എന്നിട്ട് റിട്ടേൺ പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ അന്വേഷിച്ചു. വൈകിട്ട് മകസർ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻഫർമേഷൻ വരുന്നു കള്ളനെ പിടിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റേഷനിലെത്തുകയും വേണ്ട മകസർ തയ്യാറാക്കി മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നടന്നിട്ടുള്ളത്. വേണ്ട ഒരു 10,000 രൂപയോളം പോയി കാണും. കാരണം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നിറയുന്ന ഒരു വഞ്ചിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഞ്ചിയാണ് ഇത്. പെട്ടെന്ന് കാരണം എല്ലാ മാസവും പൊട്ടിക്കണം, കാരണം എല്ലാ മാസവും നിറയും. അതുകൊണ്ട് എല്ലാ ദിവസവും ഇഷ്ടം പോലെ ആൾക്കാരാണ് വഞ്ചിയിൽ പൈസ ഇടുന്നത്. അമ്പലത്തിൽ കൂടുതൽ ആളുകൾ വന്നില്ലെങ്കിലും ഈ മൂർത്തിക്കാവിൽ വഞ്ചി പൈസ ഇട്ടിട്ടാണ് ഈ പരിസരത്തുള്ളവരും എല്ലാവരും പോകുന്നത്. കൊല്ലത്തെ കണ്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല.